പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ കൊലക്കേസ് പ്രതിയായ സ്ത്രീ രണ്ടുപേരെ വെട്ടിക്കൊന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് സംഭവം. അമ്മ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് വെട്ടേറ്റു മരിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് അമ്മയെയും മകനെയും കൊലക്കേസ് പ്രതിയായ സ്ത്രീ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം? മനു, സ്ത്രീയല്ല കൊലപ്പെടുത്തിയത്, ചെന്താമര എന്ന് പറയുന്ന ആളാണ് കൊലപ്പെടുത്തിയത്. 2019 വ്യക്തിവൈരാഗ്യത്തെ തുടർന്നും തമ്മിൽ, അതായത് അയൽ വീട്ടുകാരാണ് ചെന്താമരയും അതേപോലെ തന്നെ ഇന്ന് കൊലപാതകം നടന്ന സുധാകരൻ്റെയും അമ്മയുടെയും വീട്. ആ അയൽപ്പക്കത്തെ തർക്കങ്ങളും അതേപോലെ തന്നെ വ്യക്തിവൈരാഗ്യവുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സുധാകരൻ, അതേപോലെ തന്നെ സുധാകരൻ്റെ അമ്മ മീനാക്ഷി എന്നിവരെയാണ് 58 വയസ്സുകാരനായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചെന്താമര 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയാണ്. ഈ അടുത്തിടെയാണ് പരോൾ ലഭിച്ചത്. ആ പരോളിലിറങ്ങിയ സമയത്താണ് ഇപ്പോൾ കൊലപാതകം നടത്തിയിരിക്കുന്നത്. നാടിന് നടുക്കിയ ഒരു കൊലപാതകമായി മാറിയിരിക്കുകയാണ്. നിലവിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. നെന്മാറ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. മനു, ഇത് ഈ വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തിൻ്റെ പുറത്താണ് ഈ വ്യക്തിവൈരാഗ്യം ഈ ചെന്താമരയ്ക്ക് ഈ കൊല്ലപ്പെട്ട ആളുകളോട് വന്നത്? മനു, നിലവിൽ പോലീസിൽ നിന്നും അറിയാൻ വേണ്ടി സാധിച്ചത് ക്രിമിനൽ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ചെന്താമര. അതേപോലെ തന്നെ മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യവും പോലീസ് പ്രാഥമികമായി വിവരങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും, അതായത് അയൽപ്പക്കക്കാരുമായി എല്ലാ വിഷയങ്ങൾക്കകത്തും തർക്കങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ചെന്താമര എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. 2019 ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു ചെന്താമര. ഈ അടുത്തിടെയാണ് പരോളിലിറങ്ങിയത്. ആ പരോളിലിറങ്ങിയ സമയത്താണ് ഇപ്പോൾ സുധാകരനെയും അതേപോലെ തന്നെ സുധാകരന്റെ അമ്മ മീനാക്ഷിയെയും ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ദാരുണമാണല്ലോ ഇത്. സച്ചിൻ, നോക്കൂ, അങ്ങനെയാണെങ്കിൽ ചെന്താമര ആ കുടുംബത്തിലെ അമ്മ മീനാക്ഷിയെ കൊലപ്പെടുത്തുന്നു, മകൻ സുധാകരനെയും ഇപ്പോൾ കൊലപ്പെടുത്തുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുധാകരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അവർ കൊലപ്പെടുത്തിയത്. തീർച്ചയായും മനു, അത് തന്നെയാണ് കാരണം. അടുത്ത വീട്ടുകാർ തമ്മിലുള്ള തർക്കമാണ് 2019 ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്നത്. ആ സമയത്താണ് ഈ യുവതിയായ സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ പരോളിലിറങ്ങിയ സമയത്താണ് ഇപ്പോൾ ദാരുണമായ രീതിയിൽ അമ്മ മീനാക്ഷിയെയും മകൻ സുധാകരനെയും ഇപ്പോൾ വീണ്ടും ചെന്താമര കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചെന്താമരക്കായുള്ള അന്വേഷണം ആലത്തൂർ ഡിവിഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ നെന്മാറ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാൾ കൊലപാതകത്തിന് ശേഷം മുങ്ങിയിരിക്കുകയാണല്ലേ, കാരണം പോലീസ് പുറകെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? വളരെ വേഗത്തിൽ തന്നെ ഇയാളെ പിടിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണോ പോലീസ് പങ്കുവയ്ക്കുന്നത്? തീർച്ചയായും മനു, നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം പരോളിൽ ഇറങ്ങിയ പ്രതിയാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥരടക്കം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാഹചര്യത്തിന്റെ ഗൗരവം കൂട്ടുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഗൗരവമുള്ള കൊലപാതകമാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾ ഇതേ കുടുംബത്തിലെ മറ്റൊരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു. അവിടെ നിന്ന് പരോളിനിറങ്ങുമ്പോഴാണ് വീണ്ടും കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇരട്ട കൊലപാതകം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വീട്ടിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ്, മുൻവശത്താണ് ഇരുവരെയും വെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. കാരണം
പുറത്തിറങ്ങിയ സമയത്തായിരിക്കും ഈ ചെന്താമര ഇവരെ വെട്ടിയത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം. കൊലപാതക ശേഷം പ്രതി ഒളിവിൽ പോയിട്ടുണ്ട്. എന്നാൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാവിധ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലത്തൂർ പോലീസും മറ്റ് ഫോറൻസിക് സംഘമടക്കമുള്ളവർ ഈ കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ മീനാക്ഷിയുടെയും സുധാകരൻ്റെയും വീട്ടിലെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മനു, ഈ മീനാക്ഷിയുടെയും സുധാകരന്റെയും വീടിനടുത്ത് തന്നെ ഉള്ളയാളാണോ ഈ ചെന്താമര, അതോ അയാൾ മറ്റെവിടെയെങ്കിലുമാണോ താമസിക്കുന്നത്? മനു, രണ്ടുപേരും അയൽവീട്ടുകാരാണ്. അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കമാണ് 2019 ഈ ആദ്യ കൊലപാതകത്തിന് തുടക്കമായത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ആ കുടുംബത്തിലെ രണ്ടുപേരെ, അതായത് അമ്മയും മകനെയുമാണ് ഇപ്പോൾ വീണ്ടും ഈ അയൽപ്പക്കത്ത് തന്നെ ഉള്ള ചെന്താമര ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതാകെ നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. മനു, ഏതായാലും ദാരുണമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ചെന്താമര എന്ന് പറയുന്ന വ്യക്തിയാണ് നെന്മാറ പോത്തുണ്ടിയിലെ സുധാകരൻ, അമ്മ മീനാക്ഷി എന്നിവരെ കൊലപ്പെടുത്തിയത്. ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. അവരെ ഇതുപോലെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സച്ചിൻ, 3 പേരെയും കൊല നടത്തിയത് ഏകദേശം ഒരേ രീതിയിൽ. നോക്കൂ, എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾക്ക് മാനസികമായ പ്രശ്നമുണ്ടായെന്ന് നേരത്തെ സച്ചിൻ സൂചിപ്പിച്ചിരുന്നു. അതായത് വ്യക്തിവൈരാഗ്യം എന്നതോടൊപ്പം തന്നെ ഈ മാനസികപരമായ പ്രശ്നം കൂടി ചേർന്നപ്പോൾ അത് വളരെ വളരെ ക്രൂരമായൊരു മാനസികാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുകയായിരുന്നു. അത്തരം ഒരു ക്രിമിനൽ മനസ്സുള്ള ആളാണ് ഈ ചെന്താമര എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഈ കൊലപാതക ശേഷം 2019 നടത്തിയ കൊലപാതകത്തിന് ശിക്ഷയിൽ കഴിയുകയായിരുന്ന ചെന്താമര ഈ അടുത്തിടെ പരോളിലിറങ്ങിയത്. ഈ പരോളിലിറങ്ങിയ സമയത്താണ് ഇപ്പോൾ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ചെന്താമരയുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അത്രയും ക്രൂരമായ രീതിയിൽ തന്നെ, സമാനമായ രീതിയിൽ തന്നെ 2019 നടത്തിയ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ കുടുംബത്തിലെ തന്നെ അമ്മ മീനാക്ഷിയെയും അതേപോലെ തന്നെ മകൻ സുധാകരനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീടിന് മുറ്റത്ത് വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ നെന്മാറ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിക്കായുള്ള ഊർജിത അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിന് കാരണം എന്ന് പറയുന്നത് പ്രതിയുടെ വ്യക്തിവൈരാഗ്യവും അതേപോലെ തന്നെ ഇത്രയും കാലം നിന്ന പക തന്നെയാണ് എന്ന് പ്രാഥമികമായി അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ് പ്രതി എന്നും പോലീസിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. മനു, ഇയാൾ പരോളിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായോ ഈ കേസുമായി ബന്ധപ്പെട്ട്? മനു, ഈ അടുത്തിടെയാണ് പ്രതി പരോളിൽ ഇറങ്ങിയത് എന്നാണ് പ്രാഥമികമായി പോലീസ് നൽകിയത്. അതിനാൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇത്തരം ക്രിമിനൽ മൈൻഡൊന്നുമുള്ള ആളുകൾക്ക് പൊതുവെ പരോൾ നൽകാറില്ല. ഇപ്പോൾ പരോൾ നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ക്രൂരമായ രീതിയിലാണ്, ഇരട്ട കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പാലക്കാട് പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. അതിനാൽ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രതി ഒളിവിൽ പോയിട്ടുണ്ട്. പ്രതിയെ പിടികൂടാനുള്ള പഴുതടച്ച അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അതേപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളും തന്നെയാണ് ഈ ഇരട്ട കൊലപാതകത്തിലേക്ക് എത്തിച്ചിട്ട് വെട്ടിയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. മനു, തീർച്ചയായും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണത്തിൽ എത്രയും വേഗം ഇയാളെ കണ്ടുപിടിക്കുക എന്നാണ്. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഇയാളെ കണ്ടുപിടിക്കാനായുള്ള ദൗത്യത്തിൽ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ്. സച്ചിൻ, തൊട്ടപ്പുറം തമിഴ്നാട്ടിലേക്കൊക്കെ കടക്കാൻ എളുപ്പമുള്ള സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിർത്തികളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ തെരച്ചിലാണോ നടത്തുന്നത്? തീർച്ചയായും ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം
പ്രതി ഏത് വഴിയെയും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കാക്കുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിലെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം പരിശോധിക്കുമ്പോൾ 2019 ആദ്യ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ആ കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ഈ അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ സുധാകരൻ്റെ ഭാര്യയെ ഈ പ്രതി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനാൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാവിധ അന്വേഷണങ്ങളും ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടന്ന വീട് വരുന്നത്. അതിനാൽ തന്നെ എല്ലാവിധ പഴുതടച്ച നടപടികളുമായാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൃതദേഹങ്ങൾ നെന്മാറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രതിയുടെ പരോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടെയായിരുന്നു നാടിനെ നടക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അമ്മയും മകനും 2019 മകൻ്റെ ഭാര്യയുമാണ് ഈ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയിട്ടുള്ളത്.